വാങ്ങിച്ചത് മൂത്ത വെണ്ടയ്ക്കായി പോയി. അമ്മേ, കാപ്പി റെഡിയായോ? എടി, ഒച്ച വെക്കാതെ. രാവിലെ നിന്റെ അച്ഛന്റെ ഒരു ഓട്ടം തുള്ളൽ കഴിഞ്ഞേ ഉള്ളൂ, അപ്പോഴത്തേക്ക് നീയും തുടങ്ങി. ശരണ്യ, നീ ഇനി ഇറങ്ങിയില്ലേ? ഏയ് സോറി, ഒരു മിനിറ്റ്, റെഡിയായി. ഓക്കെ ഓക്കെ. ഒരു മിനിറ്റ്, ഇതേ പോരാ. എടാ, നീ വരട്ടെ. അമ്മേ, അശ്വിൻ മൊബൈൽ താഴെയിട്ടു. സമ്പാദിക്കുന്ന കാശ് മുഴുവൻ കുടിക്കാനും വല്ലവന്മാർക്ക് കൊടുക്കാനും അല്ലേ തികയുള്ളൂ. പിന്നെ എങ്ങനെ കുടുംബം നന്നാവും? വളർന്നു വരുന്ന ഒരു മോളാ, അതിനെന്തെങ്കിലും ഉണ്ടാക്കി വെക്കണമെന്ന് വല്ല വിചാരമുണ്ടോ ഇയാൾക്ക്? എന്തുവാടി പെറുപിറുക്കുന്നേ? ഒന്നുമില്ല. എല്ലാം നന്നായിട്ട് കേൾക്കുന്നുണ്ടോടി? ഞാൻ സമ്പാദിക്കുന്ന കാശൊക്കെ ചേർത്ത് വെച്ചാലേ അനുഭവിക്കാൻ എന്താ ആമ്പിള്ളേര് വല്ല ഉണ്ടോ? പെറ്റി വച്ചിരിക്കുന്നില്ലേ ഒരു പെങ്കൊച്ച്. കാഴുവാറുടെ മോളെ, എവിടെയെങ്കിലും പോയി ചത്തൂടെ നിനക്ക്? എനിക്ക് തന്നെ തികയാതിരിക്കുക. അപ്പോഴാ ഇതിനകത്തൊന്ന് കൈവയ്ക്കുന്നേ. എന്തൊക്കെയാ പറയുന്നത്? കൊച്ചു കുട്ടിയാന്ന് പോലും നോക്കാതെ അവളെ തള്ളി വിട്ടിട്ട് വായി വന്ന അനാവശ്യമൊക്കെ പറയുന്നു. നീ വാമോളെ വാ. നീ എന്തിനാ അതൊക്കെ എടുക്കാൻ പോയത്? അമ്മയുടെ അടുത്ത് ചോദിച്ചാ പോരായിരുന്നോ? ശരി ശരി, കരയാതെ കരയാതെ മോളെ. എഴുതേക്കടാ, ഒന്ന് ചുമ്മാരിക്കടാ. മതിയടാ, എത്ര നേരമായിട്ടിരുന്ന് കണ്ടോണ്ടിരിക്കുക. അതിനൊക്കെ ഒരു വായു ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ നിലവിളിച്ച. ചേട്ടാ, കുറച്ചു നേരം കൂടി താ. ഇങ്ങനെ അമ്പലം മാത്രം കണ്ടോണ്ടിരുന്നാ മതിയോ? സ്വാമിയെ കാണണ്ടടാ. നീ സ്വാമിയെ തന്നെ കാണാൻ പോവാ. ചേട്ടാ, വെറുതെ ഇരിക്കേട്ടാ. നീ അമ്പലത്തിലേക്ക് പോകുന്നു, അത്ര തന്നെ. അതൊന്നും വേണ്ട ഏട്ടാ, എനിക്ക് പേടിയാ. എന്താണത്? നീ പോന്നു, അത്ര തന്നെ. വേണ്ട ഏട്ടാ. നിനക്ക് സ്വാമിയെ കാണാൻ ആഗ്രഹമുണ്ടോ? ഇല്ലേ? അതുണ്ട്, പക്ഷേ ഇതിൽ പേടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. നീ പോണം. ചേട്ടാ, ആഗ്രഹമുണ്ട് ഏട്ടാ. എന്നാലും അതേതാ? ഏത് പെണ്ണ? റാണി. വിളിക്ക്, ഫോൺ വിളിക്ക്. എന്ത് പാട്ടാണെന്നറിയാം. എന്താ പാട്ടാ? ഹലോ, വസന്തിയാണോ? നീ ഇപ്പൊ എവിടെയാ?
ഇനി ആ കടയിൽ പോവോടി, പോവോ നീ? നിനക്ക് അവന്റെ അടുത്ത് ചിരിച്ചിരിച്ച് സംസാരിക്കണം അല്ലടി? നായിന്റെ മോളെ, നിന്നെ ഇന്ന് കൊല്ലൂടി. പോവോ ഇനി ഇവിടെ? എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാ എന്നെ ഇങ്ങനെ പോത്തിനെ തല്ലുന്നതുപോലെ നായിന്റെ മോളെ, എന്റെ അടുത്ത് എതിർത്ത് സംസാരിക്കാ നീ? നിന്നെ കൊല്ലൂടിയാന്ന്. ഞാൻ അവിടെ നിൽക്കുന്നത് പോലെ നോക്കാതെ അവന്റെ അടുത്ത് കൊഞ്ചി സംസാരിച്ചോണ്ടിരിക്കല്ല നീ. ഇങ്ങനെ വായിട്ടാന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ പിന്നെ എന്റെ സ്വഭാവം എടി, എതിർത്ത് സംസാരിക്കണം നീ. നിന്നെ ഇന്ന് ഞാൻ സംസാരിക്കോടി. നിനക്ക് സംസാരിക്കാൻ വേറെ ആരും കിട്ടിയില്ലല്ലേ? നായിന്റെ മോളെ, ഇനി സംസാരിക്കോടി. ഇനി ചെന്ന് പല്ലടിച്ച് കാണിക്കോടി. പല്ലടിച്ച് കാണിക്കോടി. ഒന്ന് ഞാൻ കുഴിച്ചു വിടും. പറഞ്ഞിരുന്നു കേട്ടാ. എന്തെങ്കിലും നിങ്ങൾ എന്നോട് ചിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ? നാം അടക്കടി. അതൊക്കെ പണ്ട് എന്റെ പുറകെ നടന്നതോടെ തീർന്നു. എന്റെ കാര്യം പോട്ടെ, ഈ കുഞ്ഞിനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ നിങ്ങള്? നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? എടി, നീ എതിർത്ത് സംസാരിക്കാറായടി. സമ്പാദിച്ച് തരുന്നവന്റെ അടുത്ത് തന്നെ എതിർത്ത് സംസാരിക്കണോ നീ? നായിന്റെ മോളെ, നിന്നെ കൊല്ലുടി. നിനക്കൊക്കെ നിനക്ക് നല്ല മുട്ട് കയറി നാലാം തന്നാല് ശരിയാവുള്ളൂ. ഇനി സംസാരിക്കോ? ചാവടി, ചെന്ന് ചാവ്. അവളെ ഒരു പഞ്ചാരടി കഴിവറട മോളെ. അമ്മയുടെ ഫോൺ എടുക്ക. സംസാരിക്കുന്നത് നിന്നോട് ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്ക് ആരുമില്ല അമ്മേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അമ്മ ഫോൺ ചെയ്യുന്നത്. എന്നെ ഇട്ട് തല്ലിയമ്മ. നീയായിട്ട് തെരഞ്ഞെടുത്ത ജീവിതമല്ലേ, നീ തന്നെ അനുഭവിക്കും. ഇയാളുടെ ശല്യം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഞാൻ അമ്മയുടെ അടുത്ത് വന്നേക്കാം അമ്മേ. എടി, പേരെ നിറഞ്ഞൊരു പെണ്ണ് വീട്ടിൽ നിപ്പുണ്ട്, അത് നീ മറക്കണ്ട. അമ്മേ, അമ്മേ. ഞാൻ ഡോക്ടറിന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം, നീ ചെന്ന് കാണാൻ. വേറെ പണിയൊന്നുമില്ല, എപ്പ നോക്കിയാലും അടിയും വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് ഫോൺ ചെയ്യും. ശല്യം സഹിക്കാൻ പറ്റാതായിരിക്കാം. ഫോൺ വെക്കടി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ ഇതൊക്കെ ഓർക്കണായിരുന്നു. അമ്മേ,